ഒക്ടോബറിൽ ഈ മന്ത്രിസഭ ഈ ബില്ല് പാസ്സാക്കുന്നു. ഈ ബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതിശക്തമായ നിയമങ്ങളാണ് ഈ ബില്ലിലുള്ളത്. എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഗുണ്ടാ രാജ് ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷം അടക്കമുള്ള, ഇനിയിപ്പോൾ ഈ വനസംരക്ഷണം വേണമെന്ന് പറയുന്ന ആളുകൾ പോലും ഈ ബില്ലിനെ കണ്ടത് ഒരു ഫോറസ്റ്റ് ഗുണ്ടാ രാജ് ഉണ്ടാക്കാൻ പോകുന്ന ബില്ല് എന്നുള്ള നിലയ്ക്കാണ്. ഇത് അവതരിപ്പിക്കപ്പെട്ട കാലത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ എന്താ സംഭവം? 1000 രൂപ പിഴ അടയ്ക്കേണ്ട സ്ഥലത്ത് 5000 രൂപയാക്കി പിഴ. 5 ഇരട്ടിയാണ് പിഴ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് വനത്തിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ, നിങ്ങളെ ഒരു വനപാലകൻ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകാവുന്ന പിഴ ശിക്ഷ എന്ന് പറയുന്നത് 1000 രൂപയിൽ നിന്ന് 5000 രൂപയാക്കി. 5000 രൂപ പിഴ ശിക്ഷ ഉണ്ടായിരുന്നത് 25000 രൂപയാക്കി. 5 ഇരട്ടിയാണ് ഈ പിഴ ശിക്ഷയുടെ വിധി എന്ന് പറയുന്നത്, ഈ പറയുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുണ്ടല്ലോ, ആരെ നിങ്ങൾ വനാതിർത്തിയിൽ കണ്ടാലും ഒരു റേഞ്ച് ഗാർഡിനടക്കം ഒരു മജിസ്ട്രേറ്റിൻ്റെയും ഉത്തരവില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. ആ രീതിയിൽ ശക്തമായിട്ട് ഈ പറയുന്ന ഈ പോലീസിൻ്റെ അധികാരങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു നിയമത്തെ പിൻവലിക്കേണ്ട സാഹചര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. എന്തായിരുന്നു കാര്യം? ഇതിപ്പോൾ വന്നിട്ട് ഒരു ഉൾവിളി തോന്നി പിണറായി വിജയൻ അങ്ങ് പിൻവലിക്കുകയൊന്നും ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ അതിശക്തമായ സമ്മർദ്ദം ഈ വിഷയത്തിൽ സർക്കാർ നേരിട്ടിരുന്ന കാര്യത്തിൽ എന്താ സംശയം? അത് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് അത് ഈ പ്രതിപക്ഷത്തു നിന്നുണ്ടായ സമ്മർദ്ദമല്ല. യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിനകത്ത് ഇത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. കേരള കോൺഗ്രസ് മാണി ഓഫ് കോഴ്സ് അവരത് നിശ്ചയമായും അവരുടെ വിഷയമായിട്ട് ഏറ്റെടുക്കും. അവരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കാം. CPI പ്രതിഷേധിച്ചിരുന്നു.